കൊലപാതകവും ഗുണ്ടായുസവും മരങ്ങ് വാഴുന്ന ഒരു നഗരം. ഏതെങ്കിലും ക്രൈം ത്രില്ലർ സിനിമയ്ക്കുള്ള ത്രെഡല്ല ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ കൊല്ലത്തെക്കുറിച്ചാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് നാട് നടുങ്ങിയ അരുംകൊല സിറ്റി പോലീസ് കമ്മീഷണറുടെ മൂക്കിന് താഴെ നടന്നത്. 70-കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ വരെ തെളിവായി ലഭിച്ചു. പക്ഷേ പ്രതി എവിടെ? ആ ചോദ്യത്തിന് മാത്രം പോലീസിന് ഉത്തരമില്ല. തീർന്നില്ല. കഴിഞ്ഞ 3 മാസത്തിനിടെ കൊല്ലം ACP ഓഫീസിന് കീഴിൽ മാത്രം വൻ കവർച്ചയും കവർച്ചാ ശ്രമങ്ങളും നടന്നു. എന്നിട്ടും ഒരൊറ്റ കേസിൽ പോലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ക്രമസമാധാന പാലനത്തിൽ കൊല്ലം പോലീസ് ഇത്ര പിറകിലാണോ എന്ന സംശയം ഒരു വശത്തുണ്ട്. മറുവശത്ത് സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ നൂലാമാലകളിൽ പെടാതിരിക്കാൻ ഇനി മനഃപൂർവ്വം അന്വേഷണം വൈകിപ്പിക്കുകയാണോ എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. കൊല്ലത്തെ കാക്കിയുടെ കെടുകാര്യസ്ഥത കൃത്യമായി പ്രേക്ഷകരോട് പറയും കണ്ണൻ നായർ. കൊല്ലത്ത് ഒരു പോലീസ് സംവിധാനമുണ്ടോ? അങ്ങനെ ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ മൂക്കിന് താഴെയാണ് 70 വയസ്സ് പ്രായമായ ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്നിട്ടും പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് ആയിട്ടില്ല. കൊലപാതകം നടന്ന ദിവസം തന്നെ സമീപത്തെ കടയുടമ CCTV ദൃശ്യങ്ങൾ കൃത്യമായി കൊല്ലം ACPക്ക് കൈമാറിയിരുന്നു. ACP കൃത്യമായി ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം അദ്ദേഹം ആ ദൃശ്യങ്ങൾ അടച്ചുവെച്ചു. ആ ദൃശ്യങ്ങൾക്ക് മേൽ ഒരു നടപടിയും അദ്ദേഹം പിന്നീട് സ്വീകരിച്ചില്ല. തെരുവിൽ സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യുവാവാണ് കൊലപാതകിയെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നിട്ടും പോലീസിന് പ്രതിയെ കണ്ടെത്താനാകുന്നില്ല. അല്ല, കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വയോധികനായതുകൊണ്ട് ആ കേസങ്ങ് അവസാനിപ്പിക്കുകയാണോ എന്ന് ജനങ്ങൾ പോലും ചോദിക്കുന്നു. തീർന്നില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സ്ഥാപനം കുത്തിത്തുറന്ന് 23 ലക്ഷം രൂപയാണ് കവർന്നത്. 1.5 മാസം കഴിഞ്ഞു. ഒരു പ്രതിയെ പോലും പിടിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പ്രതിയെ പിടികൂടാൻ മാത്രം പോലീസിന് യാതൊരു താല്പര്യവുമില്ല. ഡ്രൈ ഫ്രൂട്ട്സിന്റെ മൊത്തവ്യാപാര കേന്ദ്രം, നഗരത്തിലെ അയ്യപ്പ ബാങ്കിൾസ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മോഷണം നടത്തിയത് ഒരേ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ആ നിഗമനങ്ങളൊക്കെ ശരിയാണെന്ന് പോലീസ് തെളിവുകൾ നിരത്തി സമർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ മോഷ്ടാക്കൾ എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന മറുപടിയാണ് പോലീസിനുള്ളത്. ഇനി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നടന്ന മോഷണശ്രമങ്ങളെക്കുറിച്ചാണ്. SNDP ഹെഡ്ക്വാർട്ടേഴ്സ്, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മോഷണശ്രമം ഉണ്ടായി. ഇവിടെ എല്ലാം CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് ശേഖരിച്ചതാണ്. എന്നിട്ടും പ്രതികൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. ജനുവരി അവസാന വാരമായിരുന്നു ഈ മോഷണശ്രമം. പലയിടങ്ങളിലും കവർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും പണം മാത്രം മോഷ്ടാക്കൾക്ക് കിട്ടിയില്ല. അതോടെ മാർഗായുധങ്ങളുമായി എത്തിയ 5-അംഗ സംഘം രക്ഷപ്പെട്ടു. ട്രെയിൻ മാർഗം എത്തിയ മോഷ്ടാക്കൾ പണം കിട്ടാതെ വന്നതോടെ ട്രെയിൻ മാർഗം തന്നെ രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ വിചിത്ര മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു ജില്ലകളിൽ നിന്ന് സ്ഥലം മാറി വന്നവരാണ് കൊല്ലം നഗരത്തിലെ ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും. അവർക്കെല്ലാം തന്നെ സ്വന്തം തരത്തിലേക്ക് തിരിച്ചു പോകണം. അതിനിടയിൽ ഇത്തരം കേസുകൾ അന്വേഷിച്ച് എന്തിന് പുലിവാല് പിടിക്കണം എന്നുള്ള ചിന്തയിലായിരിക്കാം ഉദ്യോഗസ്ഥർ. പക്ഷേ ഇതല്ല പോലീസ് ചെയ്യേണ്ടത്. പ്രതികളെ അടിയന്തരമായി പിടികൂടണം. ക്യാമറമാൻ ഷാനോസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.